എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. KDRBയുടെ ജൂലൈ മാസത്തെ എക്സാം കലണ്ടർ വന്നേക്കാണ്. നമ്മൾ കാത്തിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ട്രോങ് റൂം ഗാർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് LD, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് LD ഈ പരീക്ഷകളൊക്കെ ജൂലൈ മാസം നടക്കാൻ പോവുകയാണ്. നമുക്ക് എക്സാം കലണ്ടർ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എക്സാം നടക്കാൻ പോകുന്നത് 5/7/2026 ഞായറാഴ്ചയാണ്. അന്ന് 3 പരീക്ഷകളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒന്നാമതായിട്ട് കാറ്റഗറി നമ്പർ 68/2025 രാവിലെ 10 മണി മുതൽ 11:45 വരെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത്. അതിന്റെ സിലബസ് താഴെ തന്നിട്ടുണ്ട്. അതിനുശേഷം നടക്കാൻ പോകുന്ന ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന 2 എക്സാംസ് ആണ്. കാറ്റഗറി നമ്പർ 69/2025, കാറ്റഗറി നമ്പർ 78/2025 LD ടൈപ്പിസ്റ്റും അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് ബൈ ട്രാൻസ്ഫറും സെയിം എക്സാം ആണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അന്നേ ദിവസം തന്നെ 5/7/2026 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ മെഡിക്കൽ ഓഫീസർ എക്സാമും നടക്കാൻ പോവുകയാണ്. കാറ്റഗറി നമ്പർ 77/2025, അതായത് 5-ാം തീയതി, അടുത്ത മാസം 5-ാം തീയതി 3 പ്രധാനപ്പെട്ട എക്സാംസ് ആണ് നടക്കുന്നത്. ഒന്നാമത്തേത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, പിന്നെ LD ടൈപ്പിസ്റ്റ് ബൈ ട്രാൻസ്ഫർ, പിന്നെ മെഡിക്കൽ ഓഫീസർ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത ദിവസം 12/7/2026 ഞായറാഴ്ച, 12/7/2026 ഞായറാഴ്ചയാണ് എല്ലാവരും ഏറെ കാത്തിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂം ഗാർഡ് എക്സാം നടക്കാൻ പോകുന്ന അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ 41/2025. അതേപോലെ തന്നെ കോമൺ എക്സാം ആണ് സ്ട്രോങ് റൂം ഗാർഡ് NCA SC. ആ എക്സാം കാറ്റഗറി നമ്പർ 79/2025. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഡേറ്റ് മറക്കണ്ട, 12/7/2026. അപ്പൊ അതിന്റെ സിലബസ് ഇവിടെ താഴെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നിട്ടുണ്ട്. ഇപ്പോ KDRB ഒഫീഷ്യൽ സിലബസ് എന്നൊരു സാധനം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഡീറ്റെയിൽ സിലബസ് വന്നിട്ടില്ല, ഉടൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. GK, അതേപോലെ തന്നെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. 100 മാർക്കിനാണ് എക്സാം വരുന്നത്. അടുത്ത എക്സാം വരുന്നത് 19/7/2026. 19/7/2026 രാവിലെ 10 മണി മുതൽ 11:45 വരെ കാറ്റഗറി നമ്പർ 44/2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ലൈബ്രറിയൻ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. അതിന്റെ സിലബസും ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എക്സാം അന്നേ ദിവസം തന്നെ 19/7/2026 ഞായറാഴ്ച 1:30 മുതൽ 3:15 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം നടക്കാൻ പോകുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ, കാറ്റഗറി നമ്പർ 42/2025. അപ്പൊ അതിന്റെ സിലബസും ഇവിടെ താഴെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുക, 26/7/2026. ഡേറ്റ് മറക്കണ്ട, 26/7/2026 അന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. കാറ്റഗറി നമ്പർ 66/2025 കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ക്ലർക്ക് എക്സാം നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ക്ലർക്ക് എക്സാം ബൈ ട്രാൻസ്ഫർ എക്സാം നടക്കാൻ പോകുന്നു. കാറ്റഗറി നമ്പർ 67/2025. മക്കളെ, കൊച്ചിൻ ദേവസ്വം ബോർഡിലെ LD ക്ലർക്ക് എക്സാം അന്നാണ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം നടക്കാൻ പോകുന്ന 95/2025 കാറ്റഗറി നമ്പർ ക്ലർക്ക് തന്നെയാണ്. NCA നോട്ടിഫിക്കേഷന്റെ എക്സാം നടക്കാൻ പോകുന്നു. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ക്ലർക്ക് പരീക്ഷകൾ മൊത്തം നടക്കാൻ പോകുന്നു. മാത്രമല്ല കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലെ LD എക്സാമും അന്നാണ് നടക്കാൻ പോകുന്നത്. 2 ദേവസ്വം ബോർഡ് ഒരു പരീക്ഷ കോമൺ എക്സാം ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, നല്ല കാര്യം, കുഴപ്പമില്ല. കാറ്റഗറി നമ്പർ 74/2025. അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡ് LDയും കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് LD പരീക്ഷയും നടക്കാൻ പോകുന്നത് 26/7/2026 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഡേറ്റ് ഒക്കെ അതാ എത്തിയായിരുന്നു. യെസ്, ബാക്കി ഏതെങ്കിലും പരീക്ഷയുണ്ടോ? ബാക്കി കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലെ NCA എക്സാമും വന്ന് നടക്കാൻ പോകുന്നു. അതിന്റെ സിലബസും ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ സിലബസ് വന്നിട്ടില്ല. അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡിൽ സിലബസ് എങ്ങനെയാണ്? അവിടെ GK ആണ് പാർട്ട് 1 വരുന്നത്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, പിന്നെ മാത്സ് ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, അത് കഴിഞ്ഞ IT ഇവിടെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ പ്രാദേശിക ഭാഷ മലയാളം, തമിഴ്, കന്നഡ, മലയാളം എക്സാം കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്, ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കും കിടപ്പുണ്ട്. അപ്പൊ ഇതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടില്ല. സോ നിങ്ങളൊരു കാര്യം ചെയ്തോടാ, കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ആ സിലബസ് ഫോളോ ചെയ്ത ആ സെയിം സിലബസ് ആയിരിക്കും. വലിയ മാറ്റമൊന്നും വരാനില്ല. അപ്പോ ഇനി ഒഫീഷ്യൽ സിലബസ് വരുന്നവരെ കാത്തിരിക്കേണ്ട കാര്യം. ഒഫീഷ്യൽ സിലബസ് മീൻസ് ഡീറ്റെയിൽഡ് സിലബസ് വരുന്നവരെ കാത്തിരിക്കേണ്ട. കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ. അടുത്ത മാസം 26-ാം തീയതി എക്സാം നടക്കാൻ പോവുകയാണ്. ബാക്കി എന്താണ്, 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. പിന്നെ ബാക്കി വേറെ മാറ്റമൊന്നും വന്നിട്ടില്ല. ബാക്കി എന്തൊക്കെ പറയുന്നത്,
ബാക്കി വേറെ ഒന്നുമില്ല. അങ്ങനെ ജൂലൈ മാസത്തിൽ ഇത്രയും എക്സാംസ് നടക്കാൻ പോവുകയാണ്. ഇനിയും കുറെ എക്സാംസ് പെൻഡിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു വരുന്ന മാസങ്ങളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അതായത് ഓഗസ്റ്റ് മാസം ബാക്കി എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, നന്നായിട്ട് പഠിച്ചോ. അപ്പൊ നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഇനി കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ മെയിൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാ. 8281223366 ലക്ഷ്യ എന്നാണ് ബാച്ചിന്റെ പേര് വരുന്നത്. അപ്പൊ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്തോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. കുറച്ച് ദിവസങ്ങൾ ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മുടെ ബാച്ചുകളിലും നമ്മുടെ യൂട്യൂബ് വീഡിയോസിലെല്ലാം ഒരു സമയത്ത് ഇതെല്ലാം നടക്കും. നമുക്ക് വേണ്ട എന്താണ്, നന്നായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ വിവാദം ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഒരു സമയത്ത് ഇതെല്ലാം നടക്കും, എല്ലാം ക്ലിയർ ആവും, എല്ലാ മേഘങ്ങളും മാറി മഴ പെയ്യും. ഒരു സംശയം അതിനകത്തില്ല. അപ്പൊ നന്നായിട്ട് പഠിച്ചോ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ കൂടെ